ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ലീക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലീക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണയും ഉപ്പും വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത്. ഇനി ആദ്യം ഈ ലീക്സ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ താഴത്തെ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ മുകളിലത്തെ ഗ്രീൻ പോർഷനും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് 4ആയിട്ട് കീറിയതിന് ശേഷം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ ലേയേഴ്സൊക്കെ മാറ്റി കഴുകണം, കാരണം ഇതിനകത്ത് ചെളി ഉണ്ടാവും. ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റാം. ലീക്സ് ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഒരു പാൻ എടുത്തതിന് ശേഷം അത് സ്റ്റവിലോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് ലീക്സ്, സവാള, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഈ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമുക്ക് ഈ അടപ്പെടുത്ത് മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് കുക്കായി കിട്ടും. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലീക്സ് മെഴുക്ക് പുരട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.